കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം KSRTC, കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. തിരുവിതാംകൂർ രാജകുടുംബം പൊതുജനയാത്രാ സൗകര്യത്തിനായി 1927 തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് രൂപീകരിച്ചു. ലണ്ടൻ പാസഞ്ചർ ട്രാൻസ്പോർട്ട് ബോർഡിന്റെ അസിസ്റ്റന്റ് ഓപ്പറേറ്റിംഗ് സൂപ്രണ്ട് ശ്രീ E.G. സാൾട്ടറിനെ 20/9/1937 തിരുവിതാംകൂർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ സൂപ്രണ്ടായി നിയമിച്ചു. 20/2/1938 ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് ആദ്യ സർവീസ് ഉദ്ഘാടനം ചെയ്തു. കന്യായാത്രയിൽ മഹാരാജാവും കുടുംബാംഗങ്ങളും 33 ബസ്സുകളുടെ അകമ്പടിയോടുകൂടി രാജകൊട്ടാരത്തിൽ നിന്നും ബസ്സിൽ കവടിയാർ സ്ക്വയർ ചുറ്റി തിരികെ കൊട്ടാരത്തിൽ യാത്ര അവസാനിപ്പിച്ചു. ഈ ബസിന്റെ സാരഥി തിരുവിതാംകൂർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ സൂപ്രണ്ടായ ശ്രീ E.G. സാൾട്ടർ ആയിരുന്നു. ഏറ്റവും കുറഞ്ഞ യാത്രാ നിരക്ക് 1/2 ട്രിപ്പ്. 15/3/1965 കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ രൂപീകരിച്ചു. 1/4/1965 മുതൽ പ്രവർത്തനം ആരംഭിച്ചു. തിരുവനന്തപുരം കോട്ടയ്ക്കകത്ത് പെൺപള്ളിക്കൂടം പ്രവർത്തിച്ചിരുന്ന മനോഹരമായ ഈ കെട്ടിടത്തിലാണ് KSRTC ആദ്യകാല പ്രവർത്തനം തുടങ്ങിയത്. രൂപീകരണ വേളയിൽ ബസ് 901, ലോറി 51, മറ്റു വാഹനങ്ങൾ 29, റൂട്ട് 553, ഷെഡ്യൂൾ 661, ഓപ്പറേറ്റിംഗ് കിലോമീറ്റർ 1.67 ലക്ഷം, കളക്ഷൻ 1.54 ലക്ഷം. ഇന്ന് KSRTC 5743 ഷെഡ്യൂളുകളുമായി പുരോഗമനത്തിന്റെ പാതയിലാണ്. ദിവസവും 15 ലക്ഷത്തിൽ പരം കിലോമീറ്റർ സർവീസാണ്. ദിനംപ്രതി 34 ലക്ഷം മുതൽ 36 ലക്ഷം വരെ യാത്രക്കാർക്ക് സുരക്ഷിതമായ KSRTC സർവീസുകൾ ഉപയോഗപ്പെടുത്തുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പേർക്ക് തൊഴിൽ നൽകുന്ന പൊതുമേഖലാ സ്ഥാപനം. 20,000-ഓളം പേർക്ക് നിയമനം നൽകി. 16,753 പേർക്ക് പുതിയതായി KSRTCയിൽ നിയമനം നൽകി. 16,496 പേർക്ക് PSC വഴി, 357 പേർക്ക് ആശ്രിത നിയമനം നൽകി. ഇതിൽ 881 പേർ വനിതാ കണ്ടക്ടർമാരാണ്. ഗതാഗത മേഖലയിൽ KSRTCയുടെ പങ്ക് 13% 27 2,841 പുതിയ ബസ്സുകൾ സർവീസിനായി തിരഞ്ഞെടുത്തു. ഇന്ത്യയിൽ ആദ്യമായി എല്ലാ സർവീസുകൾക്കും ഇലക്ട്രോണിക് ടിക്കറ്റിംഗ് മെഷീൻ, അതായത് ETM, നടപ്പിലാക്കിയ ഏക സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. 2007 നിർജീവമായിരുന്ന KSRTC വർക്ക്ഷോപ്പുകളിൽ ബസ് ബോഡി നിർമ്മാണം ആരംഭിച്ചു. പ്രതിവർഷം 1000 ബസ്സുകൾ ദൃഢവും സുരക്ഷിതവും ഭംഗിയുള്ള ബസ്സുകൾ കൂടുതൽ ആളുകൾക്ക് തൊഴിലവസരം. ശാസ്ത്രം 1 ലക്ഷത്തിന്റെയും ബോഡി നിർമ്മാണത്തിൽ 1.50 ലക്ഷത്തിന്റെയും യാത്ര ഓരോ ദിവസവും. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ബസ് ബോഡി നിർമ്മാണ യൂണിറ്റായ തിരുവനന്തപുരം പാപ്പനംകോട് സെൻട്രൽ വർക്ക്സ് ഉൾപ്പെടെ 5 പ്രധാന വർക്ക്ഷോപ്പുകളിൽ KSRTC ബസ് ബോഡി നിർമ്മാണം നടത്തുന്നു. ബസ് ബോഡി നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങൾ. പുതിയതായി വന്ന ശാസ്ത്രം ബസ് ബോഡി യൂണിറ്റിന്റെ ആദ്യം ഷാസിയിൽ ഘടിപ്പിക്കാനുള്ള സയൻസ് നിർമ്മിച്ച ഫ്രെയിം ഷാസിയിൽ ഘടിപ്പിക്കും. ഷാസിയിൽ മഡ്ഗാർഡ്, മുൻവശത്തെ ഫ്രെയിം എന്നിവ ഘടിപ്പിക്കും. പ്ലാറ്റ്ഫോം, ഫുട്ബോർഡ്, റൂഫ്, സൈഡ് ബോർഡ്, ഗ്ലാസിന്റെ ഫ്രെയിം എന്നിവ ഘടിപ്പിക്കും. മുൻവശത്തെ ബോഡി നിർമ്മാണം, മുൻവശത്തെ സൈഡ് പാനൽ നിർമ്മിക്കും. ബസിന്റെ ബോഡി, ഡോറുകൾ എന്നിവ. ഷട്ടറിന്റെ നിർമ്മാണം, മുൻവശത്തെ സീറ്റ് എന്നിവ ഘടിപ്പിക്കും. ബസ് ബോഡി റേഞ്ച് ഗ്ലാസ് ഫിറ്റിംഗിന് ശേഷം ഇലക്ട്രിക്കൽ ജോലികൾ ചെയ്യും. അവസാന ഘട്ടത്തിൽ എല്ലാ നിർമ്മാണ ഘട്ടങ്ങളും റോഡ് ടെസ്റ്റിന് വേണ്ടി യാത്രാ ടിക്കറ്റുകൾ ഇനി വിരൽ
KSRTCയുടെ 200 ദീർഘദൂര സർവീസുകളിൽ ഓൺലൈനായി ക്രെഡിറ്റ് ഓഫ് ഡെബിറ്റ്, വിസ ഓർ മാസ്റ്റർ കാർഡുകൾ ഉപയോഗിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. സന്ദർശിക്കുക www.kerala.rtc.com.